പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി തന്നെ പോവാം. രവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ADGP H വെങ്കടേഷ് പുതിയ പോലീസ് മേധാവിക്ക് അധികാരദണ്ഡ് കൈമാറി. ലഹരി ഭീഷണി തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങളോടുള്ള പെരുമാറ്റം കൂടുതൽ സൗഹാർദ്ദപരമാക്കുമെന്നും രവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. വാർത്താ സമ്മേളനത്തിനിടെ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയുമായി എത്തിയത് നാടകീയ രംഗങ്ങൾക്കും ഇടയാക്കി. ഒരുപാട് നേട്ടങ്ങൾ പലരും വിളിക്കുന്നു. അതിൽ അനുഭവിച്ച ഒരു രീതിയാണ് ഞാൻ. അന്ന് 2008-10-2021 ഞാൻ മുഖ്യമന്ത്രി കൊടുത്ത് പറയാം. ഞാൻ ഒരുപാട് കൂടി കണ്ടിട്ടുണ്ട്. 30 വർഷം കാക്കിയിട്ട് അനുഭവിച്ച ഒരുപാട് വേദനയോട് പറയാം. 3 വർഷം ഇത്ര കാലം 30 കൊല്ലം ഞാൻ അനുഭവിച്ച വേദന. ഞാൻ മീഡിയന്റെ വക്താവാ. ഇതിന്റെ ഒരു മറുപടിതാ. പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പരിപാടി അദ്ദേഹത്തിന്റെ കണ്ണൂരിലാണ്. മുഖ്യമന്ത്രിക്കൊപ്പം മേഖലാ അവലോകന യോഗത്തിൽ രവാഡ ചന്ദ്രശേഖർ പങ്കെടുക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇന്ന് രാവിലെ 7 മണിയോടെ തന്നെ, അത്ര നേരത്തേക്ക് ഒരു ചടങ്ങ് കാണുന്നത് ആദ്യമായിട്ടാണ്. 7 മണിയോടെ തന്നെ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്ങനെയൊക്കെയായിരുന്നു ചടങ്ങുകൾ? ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ 7 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തി. സാധാരണയായി ഏതെങ്കിലും സായാഹ്നങ്ങളിലാണ് പോലീസ് മേധാവിമാർ ചുമതല ഏറ്റെടുക്കേണ്ട ചടങ്ങ് പോലീസ് ആസ്ഥാനത്ത് നമ്മൾ പരിചിതമായിട്ടുള്ളത് അത്തരം കാഴ്ചകൾ കണ്ടാണ്. പക്ഷേ ഇത് പതിവിന് വിപരീതമായി രാവിലെ തന്നെ പുലർച്ചെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിൽ നിന്ന് എത്തുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് രാവിലെ 6:50 അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തി. തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തിന്റെ ADGP H വെങ്കടേഷിൽ നിന്നാണ് അദ്ദേഹം ബാറ്റൺ സ്വീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവിയായി, സംസ്ഥാനത്തിന്റെ 41ാമത് പോലീസ് മേധാവിയായി ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തത്. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ, പോലീസ് ആസ്ഥാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പോലീസ് നയം എന്തായിരിക്കും, പോലീസ് മേധാവി സ്ഥാനത്തിരുന്നുകൊണ്ട് മുൻഗണന കൊടുക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്കും അതോടൊപ്പം ലഹരി വിരുദ്ധ നടപടികൾക്കും അതോടൊപ്പം പോലീസ് സേനയെ കൂടുതൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ പൊതുജനങ്ങളുമായി ഇടപെടുന്നത് കൂടുതൽ സൗഹാർദ്ദപരമാക്കുക തുടങ്ങിയ നടപടികൾക്കായിരിക്കും അദ്ദേഹം പ്രാധാന്യം കൊടുക്കുക എന്ന് വ്യക്തമാക്കിയത്. അതിനിടയിലാണ് വളരെ നാടകീയമായി മാധ്യമപ്രവർത്തകൻ ചമഞ്ഞ് ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരാൾ ഈ കോൺഫറൻസ് റൂമിലേക്ക് കയറി വന്ന് തനിക്കും ചില ആവലാതികൾ ബോധിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാന പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനിടയിൽ ചില പരാമർശങ്ങൾ നടത്തിയത് അത് പരിശോധിക്കാമെന്ന് അവർ തന്നെ ഉറപ്പ് നൽകിയെങ്കിലും അദ്ദേഹം പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരും സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പുറത്ത് ഈ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മാധ്യമപ്രവർത്തകർ എന്താണ് അവിടെ എത്താനിടയായ സാഹചര്യമെന്ന് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല. മുൻപ് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിനും സമാനമായ തരത്തിൽ ഇത്തരത്തിൽ ഒരു ഇടപെടൽ അദ്ദേഹം വേദിയിലേക്ക് കയറി ചെന്ന് ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അദ്ദേഹം അകത്തേക്ക് കയറി വന്നത് എന്നാണ് പ്രാഥമികമായി പോലീസ് ആസ്ഥാനത്തെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ ഔദ്യോഗിക ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി ചുമതല ഏറ്റെടുത്ത ശേഷം സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കാണുന്ന പതിവാണുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥലത്തില്ല, അദ്ദേഹം കണ്ണൂരിലാണ്. അതുകൊണ്ട് തന്നെ മേഖലാ അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താനായി സംസ്ഥാന പോലീസ് മേധാവി ഈ ചുമതല ഏറ്റെടുത്ത രവാഡ ചന്ദ്രശേഖർ അല്പസമയത്തിനകം വിമാനത്തിൽ കണ്ണൂരിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ.
ഡാൻ ഇന്ന് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മാധ്യമപ്രവർത്തകരുമായുള്ള സംഭാഷണത്തിൽ അദ്ദേഹം നയങ്ങളൊക്കെ വിശദീകരിച്ചു. അതേസമയം തന്നെ രാഷ്ട്രീയമായി ഉയർന്ന ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായില്ല. എന്തൊക്കെ നയങ്ങളുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? ഞാൻ അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടിയും ഇടപെടലുമായിരിക്കും കൂടുതലായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം ക്രമസമാധാന നില അത് കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. അത് തടയിടാനുള്ള ഇടപെടൽ നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം ജനസൗഹാർദ്ദ പോലീസ് എന്നാണ് സംസ്ഥാനത്തെ പോലീസിനെ കുറിച്ച് പറയുന്നത്. അത് കൂടുതൽ കാര്യക്ഷമമായി ജനങ്ങളുമായുള്ള ഒരു ഇന്ററാക്ഷൻ കൂടുതൽ സൗഹാർദ്ദപരമാക്കാനുള്ള ഒരു നടപടി അതിന് താൻ മുൻതൂക്കം കൊടുക്കുമെന്ന് വ്യക്തമാക്കി. പക്ഷേ രാഷ്ട്രീയമായി കൂത്തുപറമ്പ് സംഭവം അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് നോ കമന്റ്സ്, അത് ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ ചോദ്യങ്ങളിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ പോലീസ് നയം അല്ലെങ്കിൽ പോലീസ് മേധാവി സ്ഥാനത്തുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ആരംഭിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോലീസ് ആസ്ഥാനത്ത് എത്തിയിരുന്നു. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. 41ാമത് പോലീസ് മേധാവിയായാണ് അദ്ദേഹം ചുമതലയേറ്റത്. ആദ്യ പരിപാടി അദ്ദേഹം കണ്ണൂരിൽ മുഖ്യമന്ത്രിയുള്ള അവലോകന യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ അദ്ദേഹം കണ്ടിട്ടില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ണൂരിലേക്ക് പോകും എന്നതാണ് അറിയുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ന്യൂസ് 18 അന്വേഷണത്തിലേക്ക്. ചികിത്സ വേണ്ടതാർക്ക്? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 6 വിഭാഗങ്ങളിലായി 27 ഡോക്ടർമാരുടെ ഒഴിവുകളാണുള്ളത്. ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ നിലവിലുള്ളത് ഒരൊറ്റ ഡോക്ടർ മാത്രം. ആകെയുള്ള ചൊവ്വാഴ്ച ദിവസം OPയിൽ ആദ്യം എത്തുന്ന 150 രോഗികൾക്ക് മാത്രമാണ് ഡോക്ടറെ കാണാൻ അവസരമുള്ളത്. ആ ഡോക്ടറുടെ കാര്യം കൂടി ഓർക്കണം. 150 രോഗികൾ കഴിഞ്ഞാലും പിന്നെയും ആളുകൾ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ആലപ്പുഴയിൽ. വർഷം കൊണ്ട് ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കും. നമ്മള് നിവൃത്തിയുണ്ടെങ്കിൽ പോയി പ്രൈവറ്റ് ആയിട്ട് ചെയ്യത്തില്ലേ? ഇപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇങ്ങനെ കിടക്കും, വിടും, പോവും, വരും, ഇതൊക്കെ തന്നെ ഉള്ളു. ഇത് വർഷങ്ങളല്ലേ? ബാക്കിയൊക്കെ പുറത്ത് മേടിക്കാൻ പറയാം. ഞങ്ങൾ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഹാർട്ട് മാറി വെക്കേണ്ട ആളാണ്. രാവിലെ വന്ന് ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കണം. പിന്നെ ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അകത്ത് വേറെ ക്യൂ നിൽക്കണം. പിന്നെ പ്രഷറിന് ക്യൂ നിൽക്കണം. പിന്നെ ഡോക്ടറെ കാണാൻ നിൽക്കണം. അവിടുന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് മരുന്ന് കിട്ടത്തുള്ളൂ. അവിടെ മരുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. നിലവിലുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഡോക്ടർമാർ നിയമിക്കപ്പെട്ടാൽ പോലും ചികിത്സാ രംഗത്ത് മറ്റ് ആശുപത്രികളില്ലാത്ത ജില്ലയിൽ അത് അപര്യാപ്തമായ അവസ്ഥയാണ്. രോഗനിർണയത്തിന് നിർണായക പങ്ക് വഹിക്കേണ്ട റേഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് വിഭാഗങ്ങളിലായി 5 ഒഴിവുകളാണ് റേഡിയോളജിയിൽ നിലനിൽക്കുന്നത്. ജനറൽ സർജറി വിഭാഗത്തിൽ 18 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വേണ്ടെടുത്ത് ആകെയുള്ളത് 9 പേർ മാത്രമാണ്. ഓരോ കാര്യത്തിനും ഓരോ സ്റ്റാഫിന്റെ കാര്യത്തിനും അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും അവരെ വരെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഒരു ആരും നമ്മളോട് സഹായിക്കാനില്ല ഇവിടുത്തെ സ്റ്റാഫുകൾ. ഞാൻ അമ്മയെ ഒരു ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഒരു സിറ്റിനോട് ഞാൻ പറഞ്ഞു. അന്നേ പറയാ അവരോട് പറഞ്ഞപ്പോൾ പറയും മറ്റവരോട് പറയാം നിന്റെ പണി പോയി നോക്കാൻ. ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗമാണ് പരിതാപകരം. ആകെ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ രാജിവെച്ച് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. പിന്നെയുള്ള ഒരു ഡോക്ടർക്കാകട്ടെ OPയിൽ പരിശോധിക്കാൻ കഴിയുന്നത് 150 രോഗികളെ മാത്രം. 300 മുതൽ 350 രോഗികൾ വരെ ദിവസേന എത്തുന്ന OPയിൽ ആദ്യം എത്തുന്നവർക്ക് മാത്രമാണ് പരിഗണന. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണ് ഉള്ളത്. ഏറ്റവും അധികം തിരക്കേറിയ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ 6 ഒഴിവുകളാണ് നികത്താനുള്ളത്. ന്യൂറോളജിയിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും രാജിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ദേശീയപാത ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്ന ഇടത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ പരിക്കേറ്റെത്തുന്നവരുടെ എണ്ണം ധാരാളമാണ് ആശുപത്രിയിൽ. വയറിൽ ആന്തരിക രക്തസ്രാവവുമായി എത്തിയ ആളുകളെ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ ആളില്ലാത്തതുകൊണ്ട് ജീവൻ പണയം വെച്ച് അടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ്. ഹൗസ് സർജന്മാർ കൂടി ഇല്ലാതായതോടെ അതീവ ദയനീയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വാസ്തവമുണ്ടെന്ന് തന്നെയാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇന്നലെ ആശുപത്രിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ ഹാരിസിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി. വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഈ വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഹാരിസ് എന്ത് നിവൃത്തികേട് കൊണ്ടാണോ തുറന്നു പറയേണ്ടി വന്നത്, അതൊക്കെ പതുക്കെ വെളിപ്പെട്ട് വരികയാണോ? കോഴിക്കോട് നേരത്തെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സമിതിയാണ് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വകുപ്പ് മേധാവിമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് മറ്റ് വകുപ്പുകളുടെ മേധാവിമാരും ഈ മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ മുഴുവൻ സമഗ്രമായ ഒരു പൊളിച്ചെഴുത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന് കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് ഈ അന്വേഷണ സമിതി, ഉന്നതതല സമിതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ വകുപ്പിലെ ചില കെടുകാര്യസ്ഥതയാണ്, സിസ്റ്റത്തിലെ പോരായ്മകളാണ് ഡോക്ടർ ഹാരിസ് തിരക്കിൽ ചൂണ്ടിക്കാട്ടിയതെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് അന്വേഷണ സമിതിയുടെയും കണ്ടെത്തലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവർ കൈമാറുക. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ പല മെഡിക്കൽ കോളേജുകളിലും സമാനമായ സ്ഥിതി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ സമിതിയുടെ കണ്ടെത്തലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഈ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ അടിയന്തരമായ ചില നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ, ഇതോടൊപ്പം ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. സാധാരണ രീതിയിൽ ഡോക്ടർമാർ വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് പ്രതിഷേധ ധർണയുമായി ഡോക്ടർമാർ രംഗത്തെത്തുകയാണ്. ഇത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ ഡോക്ടർമാരുടെ തലയിൽ കെട്ടിവെക്കുന്നതിനെതിരെ കൂടിയാണോ ഡോക്ടർമാരുടെ പ്രതിഷേധം ഇന്നത്തെ? അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാനാണ് സാധ്യത. കാരണം ഈ ഡോക്ടർ ഹാരിസ് തിരക്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളൊക്കെ ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ ഡോക്ടർമാരുടെ സംഘടന എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം മുതൽ ഉയരുന്നുണ്ട്. അതിനൊരു മറുപടി കൂടിയായാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണ കൂടിയായി മാറും ഇന്ന് ഡോക്ടർമാർ നടത്തുന്ന ഈ സമരമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിന്റെ വീഴ്ച ഡോക്ടർമാരുടെ മേൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നു എന്നൊരു ആക്ഷേപം ഡോക്ടർമാരുടെ സംഘടനകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരവുമായി അവർ രംഗത്തെത്തുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഡോക്ടർമാരുടെ പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് ഈ വിഷയം വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് കോൺഗ്രസ് കൂടി ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയൊക്കെയാണ് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയുമുണ്ട് എന്നറിയുന്നു. എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ പരിപാടികൾ? ശ്രീജ, കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനടക്കം ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെല്ലാം വെന്റിലേറ്ററിലാണ് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് പോകുന്നതെന്നാണ് വി.ഡി. സതീശൻ വിമർശിച്ചത്. എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നാലെയാണ് ഒരു പ്രതിഷേധവുമായി രംഗത്തെത്താൻ പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഇന്ന് മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. എറണാകുളത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധമുണ്ടാവുക. അത് രാവിലെ 11 മണിയോടുകൂടി ആയിരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവമെന്നും അതിൻ്റെ ഡോക്ടറിൻ്റെ വെളിപ്പെടുത്തൽ, പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ രൂക്ഷമായി ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയം കൂടുതൽ ഉയർത്തിക്കാട്ടുന്നതിനും സർക്കാർ ഈ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ ഈ ഡോക്ടർമാരോടും അല്ലെങ്കിൽ രോഗികളോടുമുള്ള അവഗണന അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ സംസ്ഥാനത്താകം ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധ സമരങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിയും ഇതിൽ ഗുരുതരമായ ഒരു ഇടപെടൽ നടത്തണം. അത് എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത്തരത്തിൽ രോഗികളുടെ അവസ്ഥ അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സാധന
ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർ പരാതി നൽകിയിട്ടും ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ കടക്കാത്തതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം കടുത്തൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഇന്ന് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് സംസ്ഥാനത്ത് ഡോക്ടേഴ്സ് ഡേ ആയ ഇന്ന് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധ പരിപാടികളുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ പ്രതിഷേധ ധർണയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. KGMCT ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. അതേസമയം ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരുടെ കാലത്ത് എങ്ങനെയാണ് LDF സർക്കാർ വന്ന ശേഷം ആരോഗ്യ മേഖല മാറിയത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിരുന്നു. അപ്പോൾ അതായത് ചുരുക്കത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരുകൂടി ആയി മാറുകയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതിമാരുടെ മരണം ആത്മഹത്യയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഫോറൻസിക് സർജൻ പോലീസിന് നൽകിയ മൊഴിയിൽ ബാഹ്യമായ ഇടപെടൽ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ബ്ലേഡ് പലിശ സംഘം എത്തി വിഷ്ണുവിനെ മർദ്ദിച്ചു എന്ന ആരോപണം ഇതുവരെ സ്ഥിരീകരിക്കാൻ ആയിട്ടുമില്ല. ഇരുവരുടെയും സംസ്കാരം ഇന്ന് പാല രാമപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊപ്പം തെളിവുകൾ, പ്രത്യേകിച്ച് CCTV പോലുള്ള തെളിവുകളൊക്കെ വെച്ച് ഇതിൽ മറ്റിടപെടലുകളൊന്നുമില്ല എന്ന നിഗമനത്തിലേക്കാണോ, പ്രാഥമിക നിഗമനത്തിലേക്കാണോ പോലീസ് എത്തുന്നത്? പോലീസ് വിശദമായ പരിശോധനയിലാണ് ശ്രീജ. പക്ഷെ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ഇതൊരു ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ്. ആത്മഹത്യ എന്നുള്ളതാണ് അതായത് ശരീരത്ത് മറ്റു പാടുകളോ മർദ്ദനത്തിന്റെ പാടുകളോ അങ്ങനെ ഒന്നുമില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്ത് വിഷദ്രാവകമാണ് ഇവർ ഇഞ്ചക്ട് ചെയ്തത് എന്നറിയാനുള്ളത് അത് ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്, ഇവിടെ എത്തി ഒരു ഇന്നോവ കാറിൽ ഇവിടെ എത്തി ചിലർ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ചില ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കുടുംബത്തിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് അത്തരം സൂചനകൾ പോലീസിന് നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഈ പ്രദേശത്ത് നടത്തിയ CCTV പരിശോധനയിൽ അങ്ങനെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ വിഷ്ണു നിരവധി ആളുകളിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. അത് ബ്ലേഡ് പലിശ സംഘം എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം ഇയാളുടെ കരാർ ജോലികളാകെ പ്രതിസന്ധിയിലായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പലരും കേസടക്കം കൊടുത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ നിന്ന് വാറണ്ട് പോലും വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആശുപത്രിയിലെത്തി രശ്മിയെ ഭീഷണിപ്പെടുത്തി എന്നതും ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തെങ്കിലും ദുരൂഹത ഇനി ബാക്കി ഉള്ളതുകൂടി മാറ്റാനുള്ള ശ്രമത്തിലാണ് അവർ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. അശാസ്ത്രീയ ചികിത്സകൾക്ക് മൂക്കുകയറിടാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത അക്യുപങ്ക്ചർ, ഹിജാമ, റേക്കി തുടങ്ങിയവ നിരോധിക്കാനാണ് ആലോചന. മലപ്പുറത്തെ 1 വയസ്സുകാരന്റെ മരണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്ത എല്ലാ ചികിത്സകളും നിരോധിക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ അശാസ്ത്രീയ ചികിത്സകൾക്ക് പൂട്ടിടാൻ സർക്കാർ ആലോചിക്കുന്നു എന്നതൊക്കെ കേൾക്കുമ്പോൾ രസമാണ്. പക്ഷെ പലപ്പോഴും ഇതിനൊക്കെ ഒരു മതത്തിന്റെ പരിവേഷവും മതത്തിനോട് ചേർന്ന് നിൽക്കലും ഒക്കെ ഉണ്ട്. അത് വരുമ്പോൾ സാധാരണ എല്ലാവരും കൈയറച്ച് നിൽക്കലാണ് പതിവ്. പക്ഷേ ഈ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മരണം കടുത്ത നടപടികളിലേക്ക് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് ആ നടപടികൾ? ശ്രീജ, ഈ അശാസ്ത്രീയ ചികിത്സകൾ ഏറ്റവും അധികം ആളുകളെ സ്വാധീനിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്ന ആരോഗ്യവകുപ്പിന്റെ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 1 വയസ്സുകാരന്റെ മരണത്തെ തുടർന്ന് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ നടപടികൾ ശക്തമാക്കുന്നു എന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട്. ഈ ആക്ടാണ് ഇവിടെ കേരളത്തിൽ ഒരാൾ വൈദ്യശാസ്ത്ര ചികിത്സകൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയ്ക്ക് അവർക്ക് അനുവാദം നൽകുന്ന ഒരു ആക്ട്. അതുപ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത ഒരു തരത്തിലുള്ള പ്രാക്ടീസിങ് അനുവദിക്കില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അതായത് അലോപ്പതി, ആയുർവേദം, ഹോമിയോ, ആയുഷിൻ്റെ കീഴിൽ വരുന്ന സിദ്ധ ചികിത്സ, ആയുർവേദം, യുനാനി
തുടങ്ങിയവയ്ക്ക് ഒഴികെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അക്യുപഞ്ചർ, അതുപോലെ ഹിജാമ, ഈ റഖി ചികിത്സ തുടങ്ങിയ അത്തരത്തിലുള്ള ശാസ്ത്രീയമായി അടിത്തറയില്ല എന്ന് കരുതുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന അത്തരം ചികിത്സകളെ പൂർണ്ണമായിട്ടും നിരോധിക്കുക, അത്തരം പ്രാക്ടീസുകൾ പൂർണ്ണമായും നിരോധിക്കുക എന്നുള്ള നടപടി തന്നെയാണ് സർക്കാർ ഇനി ഇവിടെ കൈക്കൊള്ളാൻ പോകുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ട് സാധ്യവുമല്ല. പക്ഷേ ഇതിൽ കേരളത്തിൽ നിയമപ്രകാരം ഇതിന് പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന ആ ചട്ടം അത് ഇവിടെ ശക്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള നീക്കം. നേരത്തെ തന്നെ നമുക്കറിയാം, മലപ്പുറത്തെ വീട്ടിലെ പ്രസവം, പെരുമ്പാവൂർ സ്വദേശിനി മലപ്പുറത്തെ വീട്ടിൽ പ്രസവിച്ചപ്പോൾ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇത്തരം നടപടികൾക്കെതിരെ സർക്കാർ നീക്കം തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 1 വയസ്സുകാരൻ്റെ മരണം കൂടി അത് ഈ മതിയായ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് മഞ്ഞപ്പിത്തം അതിരൂക്ഷമായത്, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഇത്തരത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന സാഹചര്യത്തിൽ എത്തിയത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമായ സാഹചര്യത്തിലാണ് ഇത് അശാസ്ത്രീയ ചികിത്സകൾ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇതിൽ കർശന നടപടികളായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. ഈ കേരള മെഡിക്കൽ സർവീസ് ആക്ട് പ്രകാരവും അതുപോലെ ഈ നേരത്തെ സൂചിപ്പിച്ച ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ പ്രാക്ടീഷണർ ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്യാത്ത അത്തരത്തിലുള്ള എല്ലാ പ്രാക്ടീസുകളും അത്തരത്തിലുള്ള എല്ലാ ചികിത്സകളും സമ്പൂർണ്ണമായിട്ടും നിരോധിക്കുക എന്ന നടപടിയിലേക്ക് തന്നെയാണ് സർക്കാർ കടക്കുന്നത്. ഇതിൻ്റെ കാരണം മലപ്പുറത്ത് ഉണ്ടായ ഈ സംഭവം തന്നെയാണ്. ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് ഇതിൻ്റെ സർക്കാർ കടക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഏറ്റവും നിർണായകമായ ഒരു നീക്കം തന്നെയാണിത്. കാരണം നേരത്തെ പലപ്പോഴും മതത്തിൻ്റെ ഒരു പരിവേഷമുള്ളതുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് സർക്കാരിന് കടക്കുന്നതിലേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അത് ജീവനെടുക്കുന്ന തരത്തിലേക്ക് ഇത് വ്യാപിക്കുമ്പോൾ ഇനിയും കണ്ടു നിൽക്കാനാകില്ല എന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ചികിത്സകൾക്കെതിരെ, ഇത്തരം ചികിത്സകർക്കെതിരെ സർക്കാർ നടപടിയായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഈ വിഷയത്തിൽ സർക്കാർ എന്തൊക്കെ നടപടികൾ എടുക്കുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും കർശനമായ നടപടികളിലേക്കാണ് സർക്കാർ പോകുന്നത്. പ്രത്യേകിച്ച് അശാസ്ത്രീയമായ ചികിത്സയെ തുടർന്ന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അശാസ്ത്രീയമായ വിശ്വാസങ്ങളെ തുടർന്ന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുക എന്നത് കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന്, കേരളത്തെ പോലൊരു നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ മരണം തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയതിനെ തുടർന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. മഞ്ഞപ്പിത്തത്തിന് മതിയായ ചികിത്സ ലഭിക്കാത്തത് സാഹചര്യം വഷളാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. 2 ദിവസം മുൻപാണ് കോട്ടക്കൽ സ്വദേശികളായ ദമ്പതികളുടെ മകൻ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. അനുമോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. അനുമോദ്, ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർ പിന്തുടർന്നു വന്ന വിശ്വാസങ്ങളൊക്കെ ശാസ്ത്രീയ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ സയൻസിനെതിരാണ്. അപ്പോൾ സ്വാഭാവികമായും സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചൂണ്ടുന്നത്? ഈ കുട്ടിക്ക് 1 മാസത്തോളം മഞ്ഞപ്പിത്തബാധ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലൊന്നും ഒരു ചികിത്സയും ശാസ്ത്രീയമായിട്ടത് ലഭിച്ചില്ല എന്ന് തന്നെയാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇത്രയും വഷളാക്കുവാനും മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിക്കുവാനും തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടുന്ന അവസ്ഥയ്ക്ക് വഴിയൊരുക്കിയതുമെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തതാണ് ഈ ഒരു അസുഖം മൂർച്ഛിക്കുവാനും അത് കുഞ്ഞിനെ ജീവനെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ അക്വാപഞ്ചർ ചികിത്സ ചെയ്തതിൻ്റെ അടയാളങ്ങളുണ്ട് കരളിൻ്റെ ഭാഗത്ത്. പക്ഷേ അതിനപ്പുറം മറ്റൊരു ചികിത്സയും ഈ കുട്ടിക്ക് നൽകിയിട്ടില്ല. അത് ഈ കുട്ടിയുടെ രോഗം പരിഹരിക്കുന്നതിന് പര്യാപ്തവുമായിരുന്നില്ല. സാധാരണ തലച്ചോറിലേക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയും ഗുരുതരമായൊരു സാഹചര്യത്തിലായിരിക്കും. ആ കരളിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ ബിലിറുബിൻ്റെ അളവ് കൂടുമ്പോൾ അത് തലച്ചോറിലെ ഞരമ്പുകളെ ബാധിക്കുന്നു. ഞരമ്പുകളിൽ നീർക്കെട്ടുണ്ടാക്കും. ഒപ്പം ആ നീർക്കെട്ട് കൂടുന്ന സാഹചര്യത്തിൽ തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണം ഉണ്ടായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആ കുട്ടിയുടെ മരണം വളരെ പെട്ടെന്നായിരുന്നുവെന്ന് വീട്ടുകാരും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു. പെട്ടെന്ന് തല കറങ്ങി വീഴുകയും അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും തുടർന്ന് ബോധരഹിതനാവുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തു എന്നായിരുന്നു രക്ഷിതാക്കളുടെ ഒരു മൊഴി ഉണ്ടായിരുന്നത്. അത് ഈ ഒരു മഞ്ഞപ്പിത്തം അതിൻ്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലുള്ള സാഹചര്യമാണ് അത്തരത്തിലൊരു മരണത്തിലേക്ക് വഴിയൊരുക്കിയത്. അപ്പോൾ കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കാത്തത് തന്നെയാണ് ഈ കുട്ടിയുടെ ജീവനെടുത്തതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വ്യക്തമാകുമ്പോൾ ഇതിൽ ശാസ്ത്രീയ ചികിത്സകൾ നൽകാത്തത് എത്രമാത്രം അപകടകരമായ സാഹചര്യമാണ് തീർക്കുന്നതെന്ന് കൂടി വ്യക്തമായിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതിൻ്റെ ലാബ് റിപ്പോർട്ടുകൾ, രാസപരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. അതിനുശേഷമേ മറ്റ് നടപടികളിലേക്ക് പോലീസും ആരോഗ്യവകുപ്പും പ്രവേശിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. കുട്ടിക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകിയവരെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ലാബ് പരിശോധന
പരിശോധനാ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരം നീക്കങ്ങൾ ഉണ്ടാവുക. എന്താണ് തിടുക്കപ്പെട്ട് ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയില്ല. പക്ഷേ ഈ മരണത്തിലേക്ക് നയിച്ച കാരണം മഞ്ഞപ്പിത്തത്തിന് ചികിത്സ നൽകാത്തത് തന്നെയാണെന്ന് വ്യക്തമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇതിന്റെ കർശന നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീജ, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയം വളരെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ന്യൂസ് ട്രെൻഡ്സ് ഈ വിഷയം വളരെ വിശദമായി പരിശോധിക്കും. അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ, സമൂഹത്തിന് വെല്ലുവിളിയാവുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ, അത് പ്രചരിപ്പിക്കുന്നവർ, ഇവരെയൊക്കെ എങ്ങനെയാണ് കൃത്യമായി സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ പോകണം. കാരണം ഇത് ഒരാളുടെ കാര്യമല്ല. ഈ മരിച്ച കുട്ടിയുടെ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പോസ്റ്റുകൾ കണ്ട് അതിലേക്ക് ആകൃഷ്ടരായ ഒരുപാട് പേരുണ്ടാകാം. അവരാകൃഷ്ടരായത് അതുപോലെ മറ്റാരെങ്കിലും നിന്നാകാം. അപ്പോൾ ഈ വിഷയം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും ന്യൂസ് ട്രെൻഡ്സിൽ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വൃക്ക ഉൾപ്പെടെയുള്ള ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാണ്. രക്തസമ്മർദ്ദവും ആരോഗ്യനില കൂടുതൽ വഷളാക്കുന്നു. വിദഗ്ധ സംഘത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട്. VV അരുൺ വിവരങ്ങൾ നൽകും. ഇന്നലെ രാവിലെ VSന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാവുകയും തുടർന്ന് വലിയ ആശങ്ക ഉണ്ടാവുകയും ചെയ്തിരുന്നു. അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, ഇന്നലെ ഉച്ചവരെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യസ്ഥിതി വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. തുടർന്നാണ് ഈ വിദഗ്ധ സംഘം പരിശോധിച്ചത്. അവരിപ്പോൾ എത്തിയിട്ടുള്ള നിഗമനങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത്? ശ്രീജ, അതീവ ഗുരുതരമായി VSന്റെ ആരോഗ്യനില തുടർന്നു തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. 72 മണിക്കൂറിലേറെ തുടർച്ചയായി ഡയാലിസിസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷെ അതും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഇന്നലെ ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ട്. അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നെത്തിയ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഡയാലിസിസ് പുനരാരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. രക്തസമ്മർദ്ദം വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനത്തിലും തകരാറുള്ളതായാണ് ഇപ്പോൾ ഇന്നലെ ഡോക്ടർമാർ പറയുന്നത്. നേരത്തെ തന്നെ VSന് ശ്വാസകോശത്തിൽ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുള്ള ചികിത്സയും തുടരുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യം അതീവ ഗുരുതരം തന്നെയാണ്. പരമാവധി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ശ്രമമാണ് ആരോഗ്യ സംഘം നടത്തുന്നത്. SUT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് പുറമെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ ഉപദേശം കൂടി ചികിത്സയ്ക്കുണ്ട്. അവിടെ തന്നെ ഇതേ ചികിത്സ തുടരാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് വളരെ കാര്യക്ഷമമായി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഡോക്ടർമാർക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഈ ചികിത്സ തുടരുന്നതിൽ സംതൃപ്തരാണ്. ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിലാണ് VSന്റെ ആരോഗ്യനില. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വീണ്ടും വിശദമായി നമ്മൾ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പരിശോധിക്കുകയാണ്. ചികിത്സ വേണ്ടത് രോഗിക്കാണോ അതോ ആശുപത്രികൾക്കോ? ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ മേധാവി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലാണ്. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയാണ് അവസ്ഥ എന്നൊന്ന് നമുക്ക് നോക്കാം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 6 വിഭാഗങ്ങളിലായി 27 ഡോക്ടർമാരുടെ ഒഴിവുകളാണുള്ളത്. ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ ആകെ 1 ഡോക്ടർ മാത്രമാണുള്ളത്. ആകെയുള്ള ചൊവ്വാഴ്ച ദിവസത്തെ ഡോക്ടറുടെ OPയിൽ ആദ്യമെത്തുന്ന 150 രോഗികൾക്ക് മാത്രമാണ് ഡോക്ടറെ കാണാൻ അവസരമുള്ളത്. വർഷം കൊണ്ട് ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കും. നമ്മളെ നിവൃത്തി ഉണ്ടെങ്കിൽ പോയി പ്രൈവറ്റായിട്ട് ചെയ്യത്തില്ലേ? ഇപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇങ്ങനെ കിടക്കും, വിടും, പോവും, വരും, ഇതൊക്കെ തന്നെ ഉള്ളു. ഇത് വർഷങ്ങളല്ലേ? ബാക്കി പുറത്ത് മേടിക്കാൻ പറയാം. ഞങ്ങൾ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഹാർട്ട് മാറി വെക്കേണ്ട ആളാണ്. രാവിലെ വന്ന് ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കണം. പിന്നെ ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അകത്ത് വേറെ ക്യൂ നിൽക്കണം. പിന്നെ പ്രഷറിന് ക്യൂ നിൽക്കണം. പിന്നെ ഡോക്ടറെ കാണാൻ നിൽക്കണം. അവിടുന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് മരുന്ന് കിട്ടത്തുള്ളൂ. അവിടെ മരുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. നിലവിലുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഡോക്ടർമാർ നിയമിക്കപ്പെട്ടാൽ പോലും ചികിത്സാ രംഗത്ത് മറ്റ് ആശുപത്രികളില്ലാത്ത ജില്ലയിൽ അത് അപര്യാപ്തമായ അവസ്ഥയാണ്. രോഗനിർണയത്തിന് നിർണായക പങ്ക് വഹിക്കേണ്ട റേഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്.
അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് വിഭാഗങ്ങളിലായി 5 ഒഴിവുകളാണ് റേഡിയോളജിയിൽ നിലനിൽക്കുന്നത്. ജനറൽ സർജറി വിഭാഗത്തിൽ 18 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വേണ്ടെടുത്ത് ആകെയുള്ളത് 9 പേർ മാത്രമാണ്. ഓരോ കാര്യത്തിനും ഓരോ സ്റ്റാഫിന്റെ കാര്യത്തിനും അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും അവരെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും. ഒരു ആരും നമ്മളോട് സഹായിക്കാനില്ല ഇവിടുത്തെ സ്റ്റാഫുകൾ. ഞാൻ അമ്മയെ ഒരു ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഒരു സിറ്റിനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ പറയും മറ്റവരോട് പറയാം നിന്റെ പണി പോയി നോക്കാൻ. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണ് പരിതാപകരം. ആകെ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ രാജിവെച്ച് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. പിന്നെയുള്ള ഒരു ഡോക്ടർക്കാകട്ടെ OPയിൽ പരിശോധിക്കാൻ കഴിയുന്നത് 150 രോഗികളെ മാത്രം. 300 മുതൽ 350 രോഗികൾ വരെ ദിവസേന എത്തുന്ന OPയിൽ ആദ്യം എത്തുന്നവർക്ക് മാത്രമാണ് പരിഗണന. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണ് ഉള്ളത്. ഏറ്റവും അധികം തിരക്കേറിയ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ 6 ഒഴിവുകളാണ് നികത്താനുള്ളത്. ന്യൂറോളജിയിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും രാജിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ദേശീയപാത ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്ന ഇടത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ പരിക്കേറ്റെത്തുന്നവരുടെ എണ്ണം ധാരാളമാണ് ആശുപത്രിയിൽ. വയറിൽ ആന്തരിക രക്തസ്രാവവുമായി എത്തിയ ആളുകളെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ആളില്ലാത്തതുകൊണ്ട് ജീവൻ പണയം വെച്ച് അടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ്. ഹൗസ് സർജന്മാർ കൂടി ഇല്ലാതായതോടെ അതീവ ദയനീയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വാസ്തവമുണ്ടെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ഇന്നലെ ആശുപത്രിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ ഹാരിസ് ഹസനിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഡോക്ടറുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറിന്റെ തുറന്നു പറച്ചിലുകളിൽ കഴമ്പുള്ളതായി തന്നെയാണോ ഈ സംഘം എത്തുന്ന നിഗമനം? പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, പർച്ചേസ് ഓർഡർ ഒന്നും പെൻഡിംഗ് ഇല്ല എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. ശ്രീജ, ഉയർന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് ഈ വിദഗ്ധ സമിതി എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർ ഹാരിസ് ചറക്കിലെ മൊഴി രേഖപ്പെടുത്താനായി എത്തിയപ്പോൾ ഈ യൂറോളജി വിഭാഗത്തിന് പുറമെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്, അത് ഒരു ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ട് എന്ന കൃത്യമായൊരു ബോധ്യത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഈ സിസ്റ്റത്തിലെ അപര്യാപ്തതകൾ, അങ്ങനെ ഒരു അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്, സിസ്റ്റത്തിൽ ചില പോരായ്മകളുണ്ട്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാത്രം പ്രശ്നമല്ല, സമാനമായ തരത്തിൽ പൊതുജനാരോഗ്യ രംഗത്ത് ഇങ്ങനെയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു പരാമർശം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് വിവരം. അങ്ങനെയാണ് എങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് ഈ ആഴ്ച തന്നെ ഈ വിദഗ്ധ സമിതി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 4 വിദഗ്ധ സമിതി ഈ റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ട് തുടർന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറുമ്പോൾ തുടർ നീക്കങ്ങൾ അടിയന്തരമായി തന്നെ ആരോഗ്യ മേഖലയെ മുഴുവൻ പ്രതിരോധത്തിലാക്കിയ ഈ ആരോപണങ്ങളിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് സാഹചര്യങ്ങൾ നീളുന്നത്. ഡാൻ, ഈ വിഷയത്തിൽ ഡോക്ടർ ഹാരിസിന് മെഡിക്കൽ കോളേജിനകത്തു നിന്നും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടനകളിൽ നിന്നുമൊക്കെ ആദ്യഘട്ടത്തിൽ കിട്ടിയ പിന്തുണ നമ്മൾ കണ്ടതാണ്. KJMCT അടക്കം അദ്ദേഹത്തിന് പിന്തുണയുമായി വന്നിരുന്നു. ആ പിന്തുണയ്ക്കപ്പുറത്തേക്ക് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിച്ചുകൊണ്ടൊരു പ്രതിഷേധ രംഗത്തേക്ക് കൂടി എത്തുകയാണോ KJMCT? ഇന്നിപ്പോ ഡോക്ടേഴ്സ് ഡേയിൽ അവരുടെ പ്രതിഷേധ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഡോക്ടർ ഹാരിസ് ചറക്കൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് താൻ ഒരു വ്യക്തിയല്ല, താൻ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, മറ്റ് വകുപ്പ് മേധാവികളുടെ പിന്തുണ തനിക്കുണ്ട് എന്നായിരുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാരുടെ സംഘടനകൾ ഉൾപ്പെടെ ഡോക്ടർ ഹാരിസ് ചറക്കലിന്റെ തുറന്നു പറച്ചിലിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ സൂചകമായുള്ള ഒരു സംഗതിക്കൽ നടത്താൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ സംഘടനകളൊക്കെ ആശുപത്രിയിലേക്ക് ഹാരിസ് ചറക്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നടത്തിയിരുന്നു. സമാനമായ തരത്തിൽ ഡോക്ടർമാരുടെ സംഘടന കൂടി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ആരോപണം ഡോക്ടർമാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടക്കുന്നു അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്ന ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്.
ഡാനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി കുടുംബത്തിന്റെ ആരോപണം. നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയ നടത്തുന്നതിനിടെ ഞരമ്പ് മുറിഞ്ഞുവെന്നാണ് പരാതി. എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, എന്താണ് ഈ കുടുംബത്തിന്റെ പരാതി? എപ്പോഴായിരുന്നു സംഭവം? നമുക്ക് ആശുപത്രി അധികൃതരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ശ്രീജ, ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഈ ചോറ്റാനിക്കര സ്വദേശി ബിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനു മുൻപ് തന്നെ ഒരു നടുവേദന, ഡിസ്ക് കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അപ്പോൾ ഈ നടുവിൽ ഞരമ്പ് കയറിയതാണ്, അത് സർജറി ചെയ്ത് മാറ്റാമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി രാജഗിരി ആശുപത്രിയിലേക്ക് 27-ാം തീയതി പ്രവേശിപ്പിച്ചത്. ആ സമയത്ത് ആദ്യത്തെ സർജറി കഴിഞ്ഞ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് വയറ് വീർത്തു വരുന്നതും വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ഡോക്ടറിനോട് പറയുകയും ഡോക്ടർമാർ പറഞ്ഞു ഒരു സർജറി കൂടി ആവശ്യമാണ്, ഈ ഞരമ്പ് പൊട്ടിയതാണ് കാരണം, അത് സർജറി ചെയ്ത് ശരിയാക്കാമെന്ന് പറഞ്ഞ് രണ്ടാമത് മറ്റൊരു സർജറിക്കായി വീണ്ടും പ്രവേശിപ്പിക്കുന്നു. ആ സർജറി ചെയ്ത സമയത്താണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് ഈ രോഗിയായിട്ടുള്ള ബിജു മരിച്ചു എന്നത്. പിന്നീട് കുടുംബം ഡോക്ടറുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ആദ്യത്തെ സർജറിയിൽ ഉണ്ടായ പിഴവാണ് ഇത്തരത്തിൽ രണ്ടാമത്തെ സർജറിയിലും വീണ്ടും പ്രശ്നങ്ങൾ വരാൻ കാരണവും പിന്നീട് ബിജുവിനെ മരണത്തിലേക്ക് നയിച്ചതെന്നുമായിരുന്നു ഡോക്ടർമാർ ഈ കുടുംബത്തോട് നേരിട്ട് പറഞ്ഞത്. പിന്നീട് കുടുംബം അത് വലിയ പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ അടക്കം സമീപിക്കുകയും ചെയ്യുമെന്ന നിലപാട് പറഞ്ഞപ്പോഴാണ് ആശുപത്രിയിൽ അധികൃതർ മറ്റു സഹായങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും എടത്തല പോലീസിനാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ കേസെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ആശുപത്രി വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇത്തരത്തിലൊരു ആരോപണം നിഷേധിക്കുന്ന സാഹചര്യമാണ്. പക്ഷെ കുടുംബം ഒന്നടങ്കം പറയുന്നത് ആദ്യത്തെ സർജറിക്ക് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണ് പിന്നീട് ഈ അടുത്ത സർജറി വീണ്ടും നടത്തുകയും ആ ഞരമ്പ് മുറിഞ്ഞ് മരണപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഡോക്ടർ ആദ്യം ഇത് കുറ്റസമ്മതം നടത്തി. പക്ഷേ കുടുംബം പിന്നീട് ഇതൊരു പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അധികൃതർ കാലുമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ രാജഗിരി ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. കീഹോൾ ശസ്ത്രക്രിയക്കിടെ ഞരമ്പ് മുറിഞ്ഞാണ് ഈ ബിജു എന്നയാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. ആശുപത്രി അധികൃതർ തൽക്കാലം ആരോപണം നിഷേധിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിശദമായി തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധിയിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്തുകയാണ് കോൺഗ്രസ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ ധർണയും ഒക്കെ നടത്തും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കണ്ണൂരിൽ പരിപാടിയിൽ പങ്കെടുക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു ചർച്ച ഉയർന്നു വന്നതെങ്കിലും അതിനെ കൃത്യമായി തന്നെ ഒരു ഉപയോഗപ്പെടുത്താനാണോ കോൺഗ്രസിന്റെ ശ്രമം? ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്കെതിരെ ഒരു മറുപടിയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ പോരു കൂടിയായി മാറുകയാണോ ഇത്? നവമി, കേൾക്കാമോ? നവമി, കേൾക്കാമോ? വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് അടക്കം വെന്റിലേറ്ററിലാകുന്ന ഒരു സാഹചര്യമാണ്. ആരോഗ്യമന്ത്രിയുടെ വേണ്ട വിധത്തിലുള്ള ശ്രദ്ധയോ അല്ലെങ്കിൽ മറ്റ് ഇവർക്ക് ഡോക്ടർമാരുടെ പ്രശ്നങ്ങളോ രോഗികൾ എന്താണ് അവിടെ അനുഭവിക്കുന്നതോ ഇതൊന്നും കേൾക്കാനോ കാണാനോ സമയമില്ല. ഇത്തരത്തിൽ കുറ്റം ആരോപിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന തരത്തിലേക്കൊക്കെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനെതിരെയൊക്കെ രൂക്ഷ വിമർശനമായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉടനെ ഒരു നടപടി വേണം, ഒരു അടിയന്തരമായിട്ടുള്ള നടപടി വേണം. രോഗികളുടെ പ്രശ്നങ്ങൾ അത് എത്രയും വേഗം
പരിഹരിക്കണം. പ്രത്യേകിച്ച് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികളുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യണം. ഈ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച്, സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ച് അവിടേക്ക് എത്തുന്നത്. അവിടെ അവർക്ക് വേണ്ട അടിയന്തരമായിട്ടുള്ള ചികിത്സാ സഹായം പോലും നൽകാതെ ഉള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സിസ്റ്റത്തെയാണ് സംസ്ഥാന സർക്കാർ പഴിക്കുന്നത്. പക്ഷേ ആ സിസ്റ്റം നേരെയാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയല്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വലിയ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഉടനെ അടിയന്തരമായി തന്നെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഒപ്പം മറ്റ് ഡോക്ടർമാർ, ഈ മെഡിക്കൽ കോളേജുകളടക്കം ഡോക്ടർമാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അത് എത്രയും വേഗം പഠിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തി രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും വേഗം സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നത്. ശരി നവമി, വലിയൊരു പ്രതിഷേധ പരിപാടിയായി തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം. എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും മുന്നിൽ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. വർദ്ധിപ്പിച്ച റെയിൽവേ യാത്രാ നിരക്ക് ഇന്നു മുതൽ നിലവിൽ വരികയാണ്. AC കോച്ച് യാത്രയ്ക്ക് കിലോമീറ്ററിന് 2 പൈസ വീതമാണ് കൂട്ടിയത്. സെക്കൻഡ് ക്ലാസ് ഓർഡിനറി നിരക്കിൽ 500 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് 1/2 പൈസയാണ് കൂടുക. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കിലോമീറ്ററിന് 1 പൈസയും കൂട്ടി. എന്നാൽ പ്രതിമാസ സീസൺ ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ല. വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ വീണ്ടും ഗാസയിൽ ഇസ്രയേലിന്റെ കനത്ത ആക്രമണം. വടക്കൻ ഗാസയിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ സൈനിക നടപടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, അടുത്ത തിങ്കളാഴ്ച ട്രംപും നെതന്യാഹുവും അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നു. ഇസ്രയേലിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനുമായി ട്രംപ് അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിനിടയിൽ ഒരാഴ്ചക്കകം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന ഒരു പ്രഖ്യാപനമൊക്കെ നടക്കുന്നതിനിടയിൽ ഇങ്ങനെ വലിയൊരു ആക്രമണത്തിലേക്ക് ഇസ്രയേലിനെ നയിച്ചത് എന്താണ്? എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? ശ്രീജ, വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുമ്പ് ഹമാസിനെ പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ തീരുമാനം. അതനുസരിച്ചാണ് വെടിനിർത്തലിന് ചർച്ചകൾ കൂടുതലായി നടക്കുന്നതിനിടെ വീണ്ടും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരത്തോട് നടന്ന ഗാസയിൽ നടന്ന ആക്രമണത്തിൽ 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒരു മാധ്യമ പ്രവർത്തകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആളുകൾ സാധാരണയായി വന്നിരിക്കുന്ന അധികം ആക്രമണമൊന്നും ഉണ്ടാകാത്ത ഒരു സ്ഥലത്താണ് ഇന്നലെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയത്. അൽ ബഖ കഫ്റ്റേരിയയിൽ നടത്തിയ ആക്രമണത്തിൽ 39 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ കൂട്ടത്തിലാണ് ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു സ്കൂളിലും ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഭക്ഷണ വിതരണ കേന്ദ്രത്തിലും ആക്രമണം നടത്തി. അങ്ങനെ മൊത്തത്തിൽ 100ഓളം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മരിച്ചവരുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത്ര ഭീകരമായ ആക്രമണമാണ് ഇന്നലെ വൈകുന്നേരം നടത്തിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഇതുപോലെ ആക്രമണം നടത്തി 72 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 200ഓളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. കനത്ത ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണം നടക്കുന്ന അതേ സമയം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായ റോൺ ഡെർമർ വാഷിംഗ്ടണിൽ ഇന്നലെ ട്രംപിനോടൊപ്പം ഉണ്ടായിരുന്നു. അവർ വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ചർച്ചകൾ നടത്തി വരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഗാസയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെനഞ്ഞാന്ന് അതായത് ഞായറാഴ്ച ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു കാര്യം ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. അതായത് ഗാസയിലേക്കുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തണം, ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം, ഈ ഇരു രാജ്യങ്ങൾ ഈ ഇസ്രായേൽ ഗാസ വിഷയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, ഒരു വെടിനിർത്തലിലേക്ക് എത്തണം എന്ന് ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ശേഷവും ആക്രമണം കടുപ്പിക്കുന്ന ഒരു ഇസ്രായേലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വരുന്ന തിങ്കളാഴ്ച നെതന്യാഹുവും അതുപോലെ ഡൊണാൾഡ് ട്രംപും അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വരുന്നത് ഇസ്രായേൽ ഗാസ വിഷയം തന്നെയായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ബാക്കിയുള്ള ഹമാസിനെയും കൂടെ നശിപ്പിച്ച് ബന്ദികളെ അവർ തിരിച്ചു കൊണ്ടുപോകുന്ന, ഹമാസ് വിട്ടു നൽകുന്നതല്ല, ഹമാസ് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ അവർ രക്ഷിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നീക്കം.
ശ്രീജ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഗാസയിൽ വലിയൊരു കൂട്ടക്കുരുതി തന്നെയാണ് ഇന്നലെയും നടന്നിട്ടുള്ളത്. സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെ, വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് 100ഓളം പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ വരുന്നത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. തമിഴ്നാട്ടിൽ വീണ്ടും കസ്റ്റഡി മരണം. ശിവഗംഗയിൽ മോഷണക്കേസിൽ കസ്റ്റഡിയിലെടുത്ത 27-കാരനാണ് തിരുപ്പുവനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചത്. സംഭവത്തിൽ 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരനായിരുന്നു മരിച്ച അജിത് കുമാർ. മിഥുൻ MG വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, എന്ത് സംഭവത്തിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എത്തിക്കുന്നത്? ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, മെനഞ്ഞാന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ അമ്മയ്ക്കൊപ്പം ക്ഷേത്ര ദർശനമായി എത്തിയ യുവതി ഇത്തരത്തിൽ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ താക്കോല് ഈ ജീവനക്കാരൻ, അതായത് ക്ഷേത്ര ജീവനക്കാരനാണ് ഈ മരണപ്പെട്ടിട്ടുള്ള അജിത്ത് എന്ന ആളെ, അജിത്തിനെ ഇത്തരത്തിൽ താക്കോൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഈ വണ്ടി പാർക്ക് ചെയ്ത് തിരികെ താക്കോൽ നൽകുകയും ചെയ്തു. ആ സമയത്ത് കാറിലുണ്ടായിരുന്ന 9.5 പവനോളം ഉള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി പോലീസിന് നൽകുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ ക്ഷേത്ര ജീവനക്കാരെ, അജിത്ത് ഉൾപ്പെടെ 6ഓളം ക്ഷേത്ര ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത് പിന്നീട് ഇവരെ പറഞ്ഞു വിടുകയും ചെയ്തു. തുടർന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി വീണ്ടും അജിത്തിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ആ സമയത്ത് വാഹനത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും തിരിച്ച് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് തന്നെ ഈ അജിത്ത് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ക്രൂരമായാണ് ഇത്തരത്തിൽ അജിത്തിനെ മർദ്ദിച്ചതെന്നാണ് ഹോസ്പിറ്റലിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ കാര്യത്തിൽ, അതായത് ഈ സ്വർണ്ണമാല മോഷണം പോയി എന്നടക്കമുള്ള കാര്യത്തിൽ അത് അജിത്താണോ എടുത്തതെന്നടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിവരങ്ങളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള തെളിവുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ യുവാവിനെ കസ്റ്റഡിയിൽ രണ്ടാമതും എടുത്തതെന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ രാജാജി സർക്കാർ ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം പിന്നീട് മാറ്റുകയും ചെയ്തു. ആ ഹോസ്പിറ്റൽ പരിസരത്തും വലിയ രീതിയിൽ ജനം തടിച്ചുകൂടുകയും വലിയ പ്രതിഷേധത്തിലെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ സമാനമായ രീതിയിൽ ഒരു കസ്റ്റഡി മരണം തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏകദേശം 15ഓളം സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതിനാൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ ഒരു ക്ഷേത്രത്തിൽ, അതായത് ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നേരെ ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരനായിരുന്ന അജിത്തിനും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും വലിയൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. നിലവിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 6 പോലീസ് ഉദ്യോഗസ്ഥരെ നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം നാട്ടുകാരും ഒപ്പം തന്നെ ബന്ധുക്കളും ആരോപിക്കുന്നതനുസരിച്ച് നിലവിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ നടപടി, അതായത് ഒരു കണ്ണിൽ പൊടിയിടുന്ന നടപടി മാത്രമാണ് ഈ പോലീസുകാരുടെ സസ്പെൻഷൻ എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ ഈ പരാതി നൽകിയ യുവതി ഏത് സാഹചര്യത്തിലാണ് ഈ പരാതി നൽകിയത്, ഒപ്പം തന്നെ ഈ മാല മോഷണം പോയ ആ പ്രദേശത്ത്, അതായത് ഈ കാർ പാർക്ക് ചെയ്യുന്ന പ്രദേശത്ത് അമ്പലത്തിൻ്റെ CCTVകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പോലീസ് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്ന ചില ആരോപണങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് വീണ്ടും കസ്റ്റഡിയിലെടുത്ത അജിത്തിനെ വാഹനത്തിലിട്ട് ക്രൂരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും അതേ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കസ്റ്റഡി കൊല കൂടി, അത്തരത്തിലുള്ള ക്രൂരകൃത്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ശ്രീജ. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ലോറിയിൽ നിന്ന് ആഡംബര കാർ പുറത്തിറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് കുടുംബം. സംഭവത്തിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് അപകടത്തിൽ മരിച്ച റോഷന്റെ ഭാര്യ ഷെൽമ റോഷൻ പറഞ്ഞു. അപകടം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും സംഭവത്തിൽ കാര്യമായ രീതിയിലുള്ള അന്വേഷണമില്ല. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. മാനുഷിക പിഴവാണ് അപകടമുണ്ടാക്കിയതെന്നും വാഹനത്തിന് സാങ്കേതിക തകരാറില്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലും കണ്ടെത്തി. അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനം തികച്ചും അവിദഗ്ധരായ തൊഴിലാളികളാണ് പുറത്തേക്കെടുത്തത്. ഇനി ഇതുപോലുള്ള ദുരന്തം ആർക്കും ഉണ്ടാകരുതെന്നും സംഭവത്തിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും മരിച്ച റോഷന്റെ ഭാര്യ ഷൽമ പറയുന്നു. ഒരാളുടെ കയ്യബദ്ധം കാരണമാണല്ലോ ഇത് പറ്റിയത്. അയാൾക്ക് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ അതെടുക്കുക.
അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഷോറൂം ജീവനക്കാരൻ റോഷനെ ഇടിച്ച് തെറിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപകടം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിശദാംശങ്ങൾ തേടാൻ പോലീസോ തൊഴിലാളി സംഘടനയോ റോഷന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി. കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ കടുത്ത തൊഴിലാളി വിരുദ്ധതയെന്ന ആരോപണം. ടെർമിനൽ നടത്തിപ്പുകാരായ DP വേൾഡിനെതിരെ പരാതിയുമായി ഡ്രൈവർമാരാണ് രംഗത്തെത്തിയത്. ഹൃദയാഘാതമുണ്ടായ ഡ്രൈവറെ സമയത്ത് ആശുപത്രിയിൽ പോലും എത്തിച്ചില്ല എന്നതാണ് തൊഴിലാളികളുടെ പരാതി. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലെത്തിയ ഡ്രൈവർ തൃശൂർ സ്വദേശി ബിജുവിനാണ് ജോലിക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ആംബുലൻസ് സൗകര്യം ഉണ്ടായിട്ടും കൂടെ ആളില്ലെന്ന കാരണത്താൽ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് ആരോപണം. 1 മണിക്കൂറോളം ടെർമിനലിൽ തുടരേണ്ടി വന്നെന്നും ബിജു പറഞ്ഞു. ഭയങ്കര വിശർപ്പ്, അതേമാതിരി ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് തരിച്ചു പോയി. വർത്താനം പറയാനും പറ്റുന്നില്ല, ആകെ തെന്നി പോകാണെന്നിട്ട് പറയണത് തന്നെ തിരിയാത്ത മാതിരിയായിരുന്നു. നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു. ആംബുലൻസിൽ കയറ്റി പോവാം, എവിടേക്കോ വരിക നോക്ക്, നേരെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരാൻ നിൽക്കണ്ട, ഇവിടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. DP വേൾഡിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആൾ വന്നിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് മാത്രം പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും പറ്റിപ്പോൾ ഒരാൾ മരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആൾ മരിച്ചു കഴിഞ്ഞിട്ട് ആൾ വന്നിട്ട് കയറില്ലല്ലോ. 2000-ലധികം ഡ്രൈവർമാരാണ് ദിവസവും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ എത്തുന്നത്. മണിക്കൂറുകൾ വാഹനത്തിനുള്ളിൽ കഴിയേണ്ട അവസ്ഥയാണ്. പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം പോലും ഇല്ലെന്നാണ് പരാതി. ഞങ്ങൾ ഈ 10,000-2000 പേർക്ക് ഒന്ന് ടോയ്ലറ്റിൽ ഒരു മൂത്രമൊഴിക്കണമെങ്കിൽ പോലും ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ സൗകര്യമില്ല. 10,000-2000 സ്റ്റാഫുള്ളവർക്ക് ഡ്രൈവേഴ്സ് ഒരു ദിവസം മാക്സിമം 1000 പേര് എന്തായാലും കയറും. ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് ആകെ 4 ബാത്റൂമുള്ള ഒരു റെസ്റ്റ് റൂമോ ഒന്നും ഞങ്ങൾക്കില്ല. മധുര, തമിഴ്നാട് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഓടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് റൂം പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വണ്ടിയിൽ കൊതുകടിയും കൊണ്ടിട്ടാണ് കിടക്കണം. ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് DP വേൾഡിന് മുന്നിൽ ഡ്രൈവർമാർ പ്രതിഷേധം നടത്തി. ന്യൂസ് 18 കൊച്ചി. കൊല്ലത്ത് വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. പരവൂർ സ്വദേശികളായ ശ്യാമും ഭാര്യ ഷീനയുമാണ് മരിച്ചത്. ദേശീയപാതയിൽ കല്ലമ്പലത്തിന് സമീപമായിരുന്നു അപകടം. KSRTC ബസ് ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. മുന്നിൽ പോയ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്ന ഇരുചക്ര വാഹനത്തിൽ എതിരെ എത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. ആലപ്പുഴയിൽ സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടെന്ന് പരാതി. ലോട്ടറി ഏജന്റായ ആലപ്പുഴ എടത്വ സ്വദേശി അലക്സാണ്ടറിന്റെ ബാഗാണ് നഷ്ടപ്പെട്ടത്. ജീവനക്കാരന്റെ കയ്യിൽ കൊടുത്തയച്ചപ്പോഴായിരുന്നു സംഭവം. സമ്മാനാർഹമായ 5 ലക്ഷത്തിന്റെ ടിക്കറ്റും 50,000 രൂപയും ബാഗിലുണ്ടായിരുന്നു. ആലപ്പുഴ വളഞ്ഞവഴിക്കും തകഴിക്കുമിടയിൽ വെച്ചാണ് ബാഗ് നഷ്ടപ്പെട്ടത്. അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.